ഇത്ര പെട്ടെന്ന് സമയമായോ? ഞാനിപ്പോ പ്രാർത്ഥന ഒന്ന് ആരംഭിക്കാന്ന് വിചാരിക്കുന്നു. ഒന്ന് ഇച്ചയൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോവാം. അപ്പം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. നിങ്ങളിത് 100% കുറച്ച് ദിവസം നിങ്ങൾ ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം ഇതാണ്. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാവും പുണ്യന്മാരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളെയൊക്കെ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു സങ്കീർത്തന ഭാഗം എടുക്കാം. ഈശോയെ, അങ്ങയുടെ പ്രാർത്ഥനാ പുസ്തകം സങ്കീർത്തനമായിരുന്നു. അങ്ങ് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രത്യേകിച്ച് 7 യാമങ്ങളിൽ സങ്കീർത്തനം പാടി പ്രാർത്ഥിക്കുമായിരുന്നു. ആർക്കു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? അവിടെ വീട് പണിയാൻ വേണ്ടിയോ, സാമ്പത്തിക പ്രശ്നം മാറാൻ വേണ്ടിയിട്ടോ, കടബാധ്യത മാറാൻ വേണ്ടിയിട്ടോ വല്ലതും ആണോ? ഈശോ എന്താ പ്രാർത്ഥിച്ചത്? ഈശോയ്ക്ക് ഒറ്റ കാര്യം പ്രാർത്ഥിക്കാനുള്ളൂ, സകല മനുഷ്യരും ഈ രക്ഷ അറിയണം. സകല മനുഷ്യരും എന്നെ അറിയണം. പിതാവേ, അങ്ങാണ് എന്നെ അയച്ചതെന്ന് സകലരും അറിയണം. അവരെല്ലാം രക്ഷയുടെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കണം. അവരെല്ലാം രക്ഷിക്കപ്പെടണം. ഇത്രയേ ഉള്ളൂ ഈശോയുടെ എല്ലാ പ്രാർത്ഥനയുടെ അർത്ഥം. പക്ഷേ അതിനു വേണ്ടി ദൈവം തന്നെ ഈശോയോട് അരുളി ചെയ്തിട്ടുള്ള പ്രവചനങ്ങളും ആ പ്രവചനങ്ങളെ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. കർത്താവാണെൻ്റെ ഓഹരിയും. അതൊന്ന് പാടും. ഒന്നങ്ങ് നമ്മൾ സ്തുതിച്ചുകൊണ്ടും, അത് പാടിയില്ലെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിച്ചാലും മതി. ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണേ, ഈശോയെ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അങ്ങാണ് എൻ്റെ ഓഹരി, എനിക്കങ്ങ് മാത്രം മതി, എനിക്ക് മറ്റൊന്നും വേണ്ട. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അങ്ങയുടെ ത്രിവിധ അഭിഷേകം എന്നിലേക്ക് ഒഴുക്കണേ. ഈശോയെ, അങ്ങയുടെ ത്രിവിധ അഭിഷേകം എന്നിലേക്ക് ഒഴുക്കണേ. എല്ലാവരും പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചോളൂ. അങ്ങയുടെ ത്രിവിധ അഭിഷേകം എന്നിലേക്ക് ഒഴുക്കണമേ. ഹലബല ഹലബല ഹലബല. ഈശോയെ, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയെ, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ത്രിവിധ അഭിഷേകം എന്നിലേക്ക് ഒഴുക്കണമേ. കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും. ശലബല ഹലബല 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 ശല ഹലബല 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 ശലബല ഹലബല. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. കൃപയുണ്ടാകണമേ, സൗജന്യമായ കൃപാവരവനിലേക്ക് ഒഴുക്കണമേ. ത്രിത്വൈക ദൈവവുമായിട്ടുള്ള സഹവാസത്തിലേക്ക് എന്നെ നയിക്കണേ. ഈശോയെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈശോയെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവം ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. അങ്ങ് അത്യുന്നതനായ ദൈവം, അങ്ങ് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെല്ലാം ചെയ്തു തരും. ഹലബല ഹലബല സ്തുതിക്കും. ശലബല ഹലബല. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കും ഈ ബോധ്യത്തോടെ. ഈശോയെ, അങ്ങ് പ്രാർത്ഥിക്കണേ, അങ്ങ് പ്രാർത്ഥിക്കണേ, അങ്ങ് പ്രാർത്ഥിക്കണേ. അത്യുന്നതനായ ദൈവം സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചു. ശലബല ശലബല ഹലബല ഹലബല ഹലബല. ഷാജി, ശലബല ഹലബല ഹലബല. 61 സങ്കീർത്തനം മുതൽ ഈശോ ചില സമയത്ത് ഈശോ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടെന്നാണ്. വാവിട്ട് കരഞ്ഞ്. അങ്ങനെയുള്ളൊരു സങ്കീർത്തനമാണ് 61 സങ്കീർത്തനം. അതിൻ്റെ ഒന്ന് കരയണം.
ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തഗോപുരം ജ്ഞാനങ്ങളുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. നിലവിളിച്ച് പാടി പ്രാർത്ഥിക്കാം. ശാല ഹലബല 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 നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയോടൊപ്പം ഞങ്ങൾ നിലവിളിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണം. ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ അത്ഭുത ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ശാല ഹലബല 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 അങ്ങയുടെ വെള്ളച്ചാട്ടം. 42-ാം സങ്കീർത്തനം. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ. എന്നിട്ട് അജിത്ത് 2 വരി പാടിയിട്ട് വെള്ളച്ചാട്ടം. അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നു കണ്ടോ. അപ്പോ ഇത് ആത്മീയ ശാസ്ത്രത്തിലെ, ദൈവശാസ്ത്രം എന്ന് ഞാൻ പറയണില്ല, ആത്മീയ ജീവിതത്തിൻ്റെ ഈ 2 ഭാഗമാണുള്ളത്. ഇപ്പം ഞാനൊരു വലിയ തിയോളജിയൻ പ്രൊഫസറോട് പറഞ്ഞു, കഠിന പറയാം ഈ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ അടങ്ങുന്നത് വായിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താ പറയണേ? അത് ഞാൻ വായിച്ചിട്ടില്ല. അച്ഛൻ റോമിൽ പഠിച്ച് ഇത്രയും വലിയ തിയോളജി പഠിച്ചത് വായിച്ചിട്ടില്ല. പിതാക്കന്മാരുടെ പ്രബോധനം അത് സ്പിരിച്വലാണ്, ഞങ്ങൾ എക്സജറ്റിക്കലാണ് പഠിക്കുന്നത്. വ്യത്യാസം കണ്ടു. ക്ഷമിക്കണം, മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള ഈ പിതാക്കന്മാരുടെ വ്യാഖ്യാനത്തെക്കുറിച്ച് അറിയില്ല. നമ്മുടെ കോണ്ടംപററി ആയിട്ട് എക്സജറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിവേ ഈ വചനം ആ കാലഘട്ടത്തിൽ ഇന്നവർക്ക് വേണ്ടി എഴുതിയതാണ്, അതിൻ്റെ എബ്രായ ഭാഷയിൽ ഇങ്ങനെയാണ്, ഗ്രീക്ക് ഭാഷയിൽ ഇങ്ങനെയാണ്, അതിൻ്റെ ഒറിജിനൽ വേർഡ് ഇങ്ങനെയാണ്, അതിൻ്റെ പ്രശ്നം ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. അപ്പം ആത്മീയത നമ്മളിൽ വളരണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ആത്മീയത പഠിക്കണം. അപ്പം ആത്മീയതയുടെ ശാസ്ത്രം വേറൊന്നുണ്ട്, ദൈവശാസ്ത്രമൊന്ന്, സ്പിരിച്വാലിറ്റി വേറൊന്ന്. അപ്പോൾ നമ്മൾ ഈ റൂമിലേക്ക് പോകണമുണ്ട്, അവിടെയുള്ള അച്ഛന്മാർ ശ്രദ്ധ പഠിക്കണേ,
ഞാൻ ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി പഠിക്കാൻ. അപ്പോൾ അതെന്താ? തിയോളജി അല്ല, സ്പിരിച്വാലിറ്റി പഠിക്കാൻ. അത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. തിയോളജി അല്ല ഞാൻ പഠിക്കണേ, സ്പിരിച്വാലിറ്റിയാണ് പഠിക്കണേ. പാസ്റ്റർ സ്പിരിച്വാലിറ്റി, അതായത് സമയം കഴിച്ചു, ഓക്കെ, നിർത്താം. അപ്പോൾ ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി ഒന്ന്. അതിൽ വളരെ പ്രധാനമായ ഒരു സ്പിരിച്വാലിറ്റിയാണ് സങ്കീർത്തനങ്ങളുടെ സ്പിരിച്വാലിറ്റി. അപ്പോൾ അതിൽ തന്നെ പാണ്ഡിത്യമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ സങ്കീർത്തനങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ സങ്കീർത്തനങ്ങൾ വിഭജിക്കാം, പല ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഈശോയുടെ ജീവിത കഥ പല, നമ്മളിപ്പോൾ കാലങ്ങൾ ഇപ്പോൾ നമ്മൾ പിറവിക്കാലമാണ് കേട്ടോ. അപ്പോൾ ആ പിറവിക്കാലം എങ്ങനെ ഉണ്ടായി? സങ്കീർത്തനങ്ങളിലാണ് അത് കിടക്കണം. പിറവിക്കാലം, പിന്നെ ഉയർപ്പുകാലം, നൊയമ്പുകാലം, ഈ കാലങ്ങളെല്ലാം നമ്മൾ വിഭജിക്കുമ്പോൾ കറക്റ്റ് അതെല്ലാം സങ്കീർത്തനങ്ങളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നേ തന്നെ ഈ കാലങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ സങ്കീർത്തനങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ഇനി സ്തുതിപ്പ്, നന്ദി, മഹത്വം, ആ രീതിയിൽ സങ്കീർത്തനങ്ങളെ ധ്യാനിക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ദൈവവും മനുഷ്യനുമായുള്ള ലയനം, ദൈവവും മനുഷ്യനുമായുള്ള ലയനമാണ് സങ്കീർത്തനങ്ങളിലെല്ലാത്തിൻ്റെയും ആന്തരികമായ ഏറ്റവും പ്രധാന രഹസ്യം. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഈ പാടിയ സങ്കീർത്തനത്തിലുള്ളത്. അങ്ങയുടെ അത് ഓക്കെ, അത് ഞാൻ പാടുമ്പോൾ ഇച്ചിരി വ്യത്യാസമുണ്ടത്. ഞാൻ ആ വ്യത്യാസത്തിൽ പാടാല്ലേ? അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് മഴം അങ്ങയുടെ തിരമാലകളും ഇവിടുത്തെ പ്രധാന ശബ്ദം ഇതാണ്: ആഴം ആഴത്ത് വിളിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ ആരും ചോദിക്കാതെ ദൈവം മുൻകൂട്ടി തരികയാണ്. അത് കാറ്റഗിസത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ക്ലാസ് ആരംഭിക്കുന്നത് യേശു സമരിയാക്കാരിയുടെ അടുത്ത് ചെന്ന് അവളോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ അവളോട് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് കുടിക്കാൻ തരാമോ? നമ്മൾ അതൊരു സാധാരണ സംഭവമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ സ്പിരിച്വാലിറ്റിയിൽ പറയുന്നത് ദൈവമാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്, മനുഷ്യനല്ല. പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. നമ്മളെ തേടി വരുന്ന ദൈവം, നമ്മളോട് കുടിക്കാൻ വേണ്ടി യാചിക്കുന്ന ദൈവം. അപ്പൊ അതാണ് ആദ്യത്തെ ദാഹം. ദൈവത്തിന് നമ്മുടെ ആത്മാവിനോടുള്ള ദാഹം. ദൈവം ആ ദാഹത്തെ പ്രതി തൻ്റെ കൃപാവരം, തൻ്റെ അഭിഷേകം വെള്ളച്ചാട്ടം പോലെ നമുക്ക് നൽകുന്നു. അതത്ര ഭയാനകം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിസ്മയനീയമാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഈ എല്ലാ ആത്മീയ മിസ്റ്റിക്സ് പറയണത് ഒരിക്കലും ദൈവത്തിൻ്റെ ആ പൂർണ്ണമായ അനുഭവത്തിൻ്റെ സാന്ദ്രതയിലേക്ക് മനുഷ്യന് ഈ ജീവിതത്തിൽ ചെല്ലാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെല്ലാം. ഏതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്ക് ചെല്ലാൻ പറ്റുമോ? പക്ഷെ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കണ്ടോ? ഇപ്പോൾ നയാഗ്ര വെള്ളച്ചാട്ടം അമേരിക്കയിൽ പോണവരെല്ലാം അത് കാണാൻ പോകും. നമ്മളെന്തോരം ദൂരെ നിൽക്കണേ. പക്ഷെ അത്രയും ദൂരം നിൽക്കുമ്പോഴേക്കും ഇനി പാടി അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് കണ്ടോ വെള്ളച്ചാട്ടത്തിന്റെ അകത്ത് പോയിട്ടില്ല, അതിന്റെ ഇരമ്പൽ കൊണ്ട് നമ്മളതിന്റെ അടുത്ത് ചെന്ന ആ ഇരമ്പൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു. കണ്ടോ? അപ്പൊ ആ ഇരമ്പൽ
ദൈവത്തിൻ്റെ സൗജന്യമായ കൃപാവരത്തിൻ്റെയും കരുതലിൻ്റെയും നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളുടെയും എല്ലാം ഒരു സോഫ്റ്റ്വെയർ പോലെ നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് അത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കും. അപ്പൊ ആദ്യം ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും ത്രിവിധാഭിഷേകവും നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയെല്ലാം ഈ വെള്ളച്ചാട്ടം പോലെ, അതായത് ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് നമ്മൾ ചോദിക്കാതെ തന്നെ സൗജന്യമായി നൽകുന്നു. അതിനാണ് ഇനിസിയേഷൻ, പ്രാരംഭ കൂദാശ എന്ന് പറയുന്നത്. അതിനെ മലയാളത്തിൽ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. മുൻകൈയെടുക്കൽ കൂദാശ, ഇനിസിയേഷൻ സാക്രമെന്റ്. ജ്ഞാനസ്നാനം, ശരീരലേപനം, കുർബാന, ഇത് മൂന്നും ദൈവത്തിൻ്റെ ഇനിസിയേഷനാണ്. നമ്മളുടെ ഒരു കഴിവും കൊണ്ടല്ല, ദൈവം തന്റെ അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇഴമ്പൽ കൊണ്ട് ആഴം കണ്ടോ. ഈ ആഴം, ആ വെള്ളച്ചാട്ടത്തിന്റെ ഒരംശം നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിൽ ഒരു ഭയങ്കര സ്ഫോടനമാണ്, ഒരു ഭയങ്കര തുറവിയാണ്. ദൈവത്തിനായി വലിയൊരു ദാഹം നമ്മൾ എന്തോ കണ്ടെത്തിയിരിക്കുന്നു. എനിക്കത് വേണം, എനിക്കത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. ദൈവത്തിൽ മാത്രം ആണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ്. ഓക്കെ, അപ്പോ സാരാംശത്തിൽ ഈ ആത്മീയതയുടെ മുഴുവനും രഹസ്യത്തിൽ സങ്കീർത്തനങ്ങളിലെ ഈ 42-ാം സങ്കീർത്തനത്തിൽ ആഴത്തെ വിളിക്കുന്നു എന്ന് പറയണത് മുറുക്കെ പിടിക്കണം. നമ്മുടെ ഒരു കഴിവ് കൊണ്ടുമല്ല നമുക്ക് ദൈവാനുഭവം കിട്ടുന്നത്. അത് ആദ്യം നമ്മൾ പഠിക്കണം. നമുക്ക് ഒരു കഴിവുമില്ലാതിരുന്ന സമയത്ത് മുടിയനായ പുത്രന് സുബോധമുണ്ടായി എന്ന് പറഞ്ഞാൽ അവന്റെ അപ്പൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആ പ്രാർത്ഥന അവനെ സ്പർശിക്കുന്നു. അവന് തോന്നുകയാണ്, ഞാൻ ഉടനെ തിരിച്ച് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒരു വേലക്കാരനെങ്കിലും കൊടുക്കുന്ന ഭക്ഷണം കിട്ടുകയാണെങ്കിൽ ഈ തവിട് തിന്നുന്നതിനേക്കാൾ എത്ര നല്ലതാണ്. പിന്നെ എഴുതിയിരിക്കുകയാണ്, അവൻ എഴുന്നേറ്റു. പിന്നെ എന്താ അവിടെ എഴുതിയിരിക്കണേ? അവൻ എഴുന്നേറ്റു, അവൻ നടക്കാൻ തുടങ്ങി പിതാവിന്റെ ഭവനത്തിലേക്ക്. അവന് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അവിടെ ചെന്നാൽ പിതാവ് അവനെ ആലിംഗനം ചെയ്യും. ഓക്കെ, കഴിഞ്ഞു, നിർത്താം. സെബാസ്റ്റ്യൻ അതിലെ വരുമ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മൾ നിർത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താം. ഇപ്പൊ മനസ്സിലായ സങ്കീർത്തനം ധ്യാനത്തിന്റെ ഒരു ടേസ്റ്റ് മനസ്സിലായോ? എനിവേ, അപ്പം നമ്മൾ നാളെ മുതൽ ഈ ഈശോ നമ്മളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഇപ്പൊ പ്രാർത്ഥിക്കണം എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇനി ഇത് വിട്ടിട്ട് ഇതൊരു വശം, മറുവശത്ത് ഈശോ 17-ാമത്തെ അധ്യായത്തിലും ഈശോ തന്നെ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളും, സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന, അതുപോലെ ഏറ്റവും പ്രധാന ഒന്നാണ് ഈശോയുടെ പൗരോഹിത്യ പ്രാർത്ഥന എന്ന് പറയുന്ന 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന. അതിലെ വാക്കുകളെല്ലാം എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്കിവിടെ നിർത്താം. നമ്മൾ വേഗം വരണം. അരമണിക്കൂർ കൊണ്ട് വരാമോ? അരമണിക്കൂർ കൊണ്ട് നമ്മൾ വന്നിട്ട് നമ്മൾ വീണ്ടും വരദാനങ്ങളെ കുറിച്ച് ക്ലാസ് ഒരെണ്ണം ബാക്കിയിരിക്കുകയാണ്. അത് എനിക്ക് കയറാൻ നോക്കാം. സങ്കീർത്തനം പാടിപ്പോയിക്കോളാൻ. അങ്ങയുടെ വെള്ളച്ചാട്ടം ഓഫ് ചെയ്തോ.